നമസ്കാരം. 2014 ശേഷമുള്ള ഭാരതത്തെ നമ്മൾ അല്ലെങ്കിൽ ആ ഭാരതത്തിൻ്റെ കാലഘട്ടത്തെ നമ്മൾ പുതിയ ഭാരതത്തിൻ്റെ കാലഘട്ടമെന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അതായത് 2014 ശേഷം രാജ്യം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. വികസിത ഭാരതം എന്നാണ് നമ്മളിപ്പോൾ ആ കാഴ്ചപ്പാടിനെ പറയുക. 2047 അതായത് സ്വാതന്ത്ര്യം ലഭിച്ച് 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് രാജ്യം ഒരു മൂന്നാം ലോക രാജ്യമോ അല്ലെങ്കിൽ ഒരു ദരിദ്ര രാജ്യമോ വികസ്വര രാജ്യമോ ഒന്നുമല്ല, വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം നമ്മളിപ്പോൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ആ ലക്ഷ്യത്തിനനുസരിച്ച് ഭാരതം വലിയ വേഗതയിൽ ആ ലക്ഷ്യത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ കാലഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ചില വിധികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജസ്റ്റിസ് BR ഗവായ് വിരമിച്ചതിന് ശേഷമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വരുന്നത്. 2025 നവംബർ 24 അദ്ദേഹം ഈ നീതിപീഠത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് എത്തിച്ചേർന്നത്. 2027 ഫെബ്രുവരി 29 വരെ അദ്ദേഹത്തിന് ഇതിൽ സർവീസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ചില വിധികൾ അത് ഈ സമയത്ത് പരാമർശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലൊന്ന് ജനുവരി 29 അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ്. അതായത് ട്രേഡ് യൂണിയനുകൾ രാജ്യത്തിൻ്റെ വ്യവസായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു എന്ന ഒരു നിരീക്ഷണം അത് സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയനിസം അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്ന വളരെ അപ്രായോഗികമായ ചില കാര്യങ്ങൾ, ഇതെല്ലാം തൊഴിൽ രംഗത്ത് സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങളെ എതിർക്കുന്നു, രാജ്യത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളെ എതിർക്കുന്നു. ഇങ്ങനെ വ്യവസായ വികസനത്തെ തടസ്സപ്പെടുത്തുന്നു, രാജ്യ പുരോഗതിയെപ്പോലും തടസ്സപ്പെടുത്തുന്നു ചില ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെന്ന് സുപ്രീം കോടതി പരാമർശിക്കുകയുണ്ടായി. അത് സത്യത്തിൽ വാസ്തവമാണ്. ഒരു കോടതിയിൽ നിന്നും നമ്മളത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നതുമാണ്. ഈ വീട്ടുജോലിക്കാർക്ക് കൂടി മിനിമം വേതനം എന്ന ഒരു നിയമ പരിരക്ഷ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു സംഘടന നൽകിയ ഹർജിയിന്മേലാണ് ഇദ്ദേഹം ഇങ്ങനെയൊരു വിധി പറഞ്ഞത്. ഒരുപക്ഷെ ഈ മിനിമം വേതനവുമായി ബന്ധപ്പെട്ട് സംഘടന ഉന്നയിച്ച ആ ആവശ്യം ഒരുപക്ഷെ ന്യായമായിരിക്കാം. പക്ഷേ പൊതുവിൽ ട്രേഡ് യൂണിയനുകൾ തൊഴിലാളികളുടെ ഹിതത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഇവർ പലപ്പോഴും രാഷ്ട്രീയമായ കാരണങ്ങളാൽ കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ വ്യവസായ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വേണം എന്ന് ശഠിക്കുന്നവരാണ്. രണ്ടാമത്തേത് ഫെബ്രുവരി 3 വളരെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട വളരെ സുപ്രധാനമായ നിരീക്ഷണമാണ്. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുക അല്ലെങ്കിൽ രാജ്യം വിടുക പറഞ്ഞത് അന്താരാഷ്ട്ര ഭീമനോടാണ്. അതായത് ടെക് ഭീമനോടാണ്. വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ ഉടമയായിട്ടുള്ള മെറ്റയോടാണ് സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞത്. അതായത് ചില മാനദണ്ഡങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തരം കമ്പനികൾക്ക്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ 213 കോടി രൂപയുടെ പിഴ സർക്കാർ ചുമത്തിയിരുന്നു. ഈ പിഴ ഇളവ് ചെയ്യണം, ഈ പിഴ അന്യായമാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ 213 കോടി രൂപ പിഴ അടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെറ്റ അപ്പീൽ കൊടുത്തിരുന്നു, സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. 213 കോടി രൂപ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ തുകയാണ്. അതുപോലും ഈ ഇവിടുത്തെ നിയമം ലംഘിച്ചിട്ട് പിഴയായി അടയ്ക്കാൻ കഴിയില്ല എന്ന ധാർഷ്ട്യത്തോടു കൂടി സുപ്രീം കോടതിയിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനാണ് ആ കമ്പനി വന്നത്. ആ കമ്പനിയെ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുക അല്ലെങ്കിൽ രാജ്യം വിടുക എന്ന് കർശനമായി നിർദ്ദേശം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനുവരി 30 UGCയുടെ നിയന്ത്രണങ്ങൾ, പുതിയ നിയന്ത്രണങ്ങൾ അത് പാടില്ല, അത് സ്റ്റേ ചെയ്തുകൊണ്ട് പുതിയ ഉത്തരവിറക്കിയിട്ടുണ്ട്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇത് ഉണ്ടാക്കും, സമൂഹത്തെ ജാതീയമായി ഇത് വിഭജിക്കുമെന്നൊക്കെ പറഞ്ഞ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിന് ഭീഷണിയായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെയെല്ലാം അത് കോടതി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് തടയുകയും ചെയ്യും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ UGCയുടെ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ഡിസംബർ 2 മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ടായി. രാജ്യത്തെ പൗരന്മാർ പോലും പട്ടിണി കിടക്കുമ്പോൾ
അനധികൃത കുടിയേറ്റക്കാർക്ക് അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് ചുവപ്പ് പരവതാനി വിരിക്കണമോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. അതായത് ചില മനുഷ്യാവകാശ സംഘടനകൾ ഒരു ഹർജിയുമായി രംഗത്ത് വരികയായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി ഈ രാജ്യത്ത് കഴിയുകയായിരുന്ന ചില റോഹിംഗ്യൻ അഭയാർത്ഥികൾ, ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളെ ദില്ലി പോലീസ് അവരിൽ ചിലരെ പിടിച്ചുകൊണ്ടുപോകുന്നു. പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചത്. അഭയാർത്ഥികളാണെങ്കിലും അവർക്ക് മനുഷ്യാവകാശങ്ങളില്ലേ, അവർക്ക് നിയമപരമായ സംരക്ഷണം നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സാധാരണ രീതിയിൽ കോടതികൾ അതൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്, വിധി പറയുകയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രാജ്യ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തെ നിയമങ്ങളെ വളരെ കൃത്യമായി തന്നെ അപ്ഹോൾഡ് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷണം നടത്തിയ ഹർജി തള്ളിയത്. അതായത് ഈ രാജ്യത്തെ പൗരന്മാർക്കാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ പൗരന്മാർ പോലും ഇവിടെ പട്ടിണി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് പോലും ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ വീതിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളപ്പോൾ എന്തിനാണ് അഭയാർത്ഥികളെ ഇങ്ങനെ, അതും അനധികൃതമായി രാജ്യത്തിനകത്ത് കടന്ന ആളുകളെ ഇങ്ങനെ ചുവപ്പ് പരവതാന വിരിച്ച് സ്വീകരിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി ആ ഹർജിക്കാരോട് ചോദിച്ചത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതി നടത്തിയ ഒരു വലിയ പരാമർശമാണ്. സുപ്രീം കോടതിയിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രശാന്ത് കിഷോർ, ജൻസൂരജ് പാർട്ടിയുടെ അധ്യക്ഷനായ പ്രശാന്ത് കിഷോർ സമർപ്പിച്ച ഹർജിയിലാണ് അത്യന്തം അതിരൂക്ഷമായി തന്നെ ഹർജിക്കാരനെ വിമർശിച്ചുകൊണ്ട് ആ ഹർജി തള്ളിയത്. അത് സുപ്രീം കോടതി ചോദിച്ചത്, നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ടാണ് കിട്ടിയത്? ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നു, ആ സമയത്ത് പ്രശസ്തരാകാൻ വേണ്ടി ഓടിക്കരയാൻ കോടതിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഹർജിയെ സുപ്രീം കോടതി തള്ളിയത്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്, വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. അവിടെ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അവിടെ ഇവർ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ജൻസൂരജ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിതീഷ് കുമാർ സർക്കാർ വിജയിച്ചത് 10,000 രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. നിലവിലുള്ള ഒരു നിയമവും ആ ഹർജിയിലെ ആവശ്യങ്ങളെ പിന്താങ്ങുന്നില്ല. അതുകൊണ്ട് കോടതി അതിരൂക്ഷമായി ഹർജിക്കാരനെ വിമർശിക്കുന്നു. ഒടുവിൽ ഹർജിക്കാരൻ ഹർജി പിൻവലിച്ച് ഓടുകയാണ് ചെയ്തത്. ഇങ്ങനെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കുതിപ്പ്, രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രയാണത്തിൻ്റെ ദിശ, ഇപ്പോഴത്തെ ആവശ്യം, അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധികൾ പ്രഖ്യാപിക്കുന്നത്. അതിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ പങ്ക് വളരെ വലുതാണ് എന്നാണ് നമ്മൾ ഈ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ കാണുന്നത്. അപ്പോൾ പലരും പറഞ്ഞേക്കാം, ഇതല്ലാതെ മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ നിഷ്കളങ്കരെ എന്നൊക്കെ പണ്ട് സുപ്രീം കോടതിയെ കളിയാക്കിക്കൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. ഭരണകൂടത്തിന് അനുകൂലമായ വിധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു ആഖ്യാനം വന്നിരിക്കാം. പക്ഷേ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. അങ്ങനെയാണ് എങ്കിൽ UGCക്കെതിരായ UGC നിർദ്ദേശങ്ങൾക്കെതിരായിട്ടുള്ള ആ വിധി വരില്ലായിരുന്നു. സത്യത്തിൽ രാജ്യത്തിൻ്റെ പൊതുവായ ഹിതം നോക്കിയിട്ടുള്ള നിലപാടുകളാണ് ജസ്റ്റിസ് സൂര്യകാന്ത് സ്വീകരിക്കുന്നത് എന്നാണ് ഈ നിരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.